ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് തല പോയാലും ആരോടൊന്നും പറയരുതെന്നാണ് അമ്മ പഠിപ്പിച്ചത്. എന്നിട്ട് നീ എന്താടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മേ, ഞാൻ പറയട്ടെ, ഞാൻ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. ഞാൻ ഇതിൽ ഒരു പങ്കാളിയല്ല. ഇതെല്ലാം ചെയ്തത് പപ്പിയാണ്. പപ്പി എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാനേട്ടോ. എന്നാൽ ഈ സമയം ശാരദാമ്മ പറയണം, മതിയടി, നിർത്തടി, ഇനി വേണ്ട, ഇനി ഇങ്ങനെ പറയണ്ട എന്ന് പറയുമ്പോൾ അമ്മയാണ് ഇതിനൊക്കെ അവൾക്ക് കൂട്ടു നിൽക്കുന്നത്. അവൾക്ക് നമ്മളോട് ആരോടെങ്കിലും പറയായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് അമ്മയോട്, അല്ലെങ്കിൽ എന്നോട്, അല്ലെങ്കിൽ അച്ഛനോട്, ഈ നിൽക്കുന്ന ശാന്തേച്ചിയോട് ആരോടെങ്കിലും പറയായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ശത്രുക്കൾക്ക് മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അതിന് കാരണക്കാരി ആരാണ്? ഇവളല്ലേ. ഞാൻ ഇന്ന് തലകുനിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇവൾ കാരണമല്ലേ. ഇവളുടെ അമ്മയാണ് ഇവൾ കുരുത്തി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാടി ആ കുഞ്ഞു മനസ്സിനെ ഇങ്ങനെ നോവിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മേ? ഞാൻ ഇവൾക്ക് പല തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യരുതെന്ന്. എന്നിട്ട് ഇവൾ ചെയ്തത് എന്താ അമ്മേ? ഞാൻ പറഞ്ഞില്ലേ, പപ്പി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പപ്പി പറയുമ്പോൾ ഒരു വിവാഹം മുടക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ എന്ന് എനിക്കും തോന്നി. അത് കേൾക്കുന്ന ശാരദാമ്മ പറയണേ, എടി ശാലിനി, നീ ഇങ്ങനെ വായിട്ടലക്കാതെ, ഇതൊക്കെ ചെയ്തത് നിനക്കും വിഷ്ണുവിനും വേണ്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാൻ വേണ്ടിയല്ലേ? ഒരു കണക്കിന് ദൈവത്തിൻ്റെ വിധിയാണിത്. കാരണം അവരുടെ അച്ഛനമ്മമാരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് മക്കളുടെ ദൗത്യമല്ലേ, അതവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യം എന്താണ് ഈ പറയുന്നതെന്ന് അറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കണം കേട്ടോ. ഇതേ സമയം ശാലിനി ആ കലിപ്പൊന്ന് അടങ്ങാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് മോളെ, നീ സത്യം ഇങ്ങനെ വഴക്ക് പറയേണ്ട. സത്യ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല, പപ്പി ചെയ്തതിന് യാതൊരു തെറ്റില്ല. അതുകൊണ്ട് കുഞ്ഞിനോട് നീ ക്ഷമിച്ചേക്കേ എന്നിങ്ങനെ പറയുമ്പോൾ ഷാലിനി ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കുഞ്ഞ് വന്നിട്ട് അമ്മേ സോറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഷാലിനി ഇങ്ങനെ കുഞ്ഞിനെ തുറച്ച് നോക്കണം. മതിയടി നീ അതിനെ ഇങ്ങനെ നോക്കിയത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂടിയെന്ന് എന്ന് പറഞ്ഞിട്ട് ഷാലിനി അങ്ങ് കയറി പോകുന്നു കേട്ടോ. ഇതേ സമയം ശാലിനി അങ്ങ് പോകുമ്പോൾ ശാരദാമ്മ മോളെ വിഷമിക്കണ്ട കേട്ടോ എന്നിങ്ങനെ സത്യയോട് പറയുമ്പോൾ സത്യ ചോദിക്കുകയാണ് ശാരദാമ്മയോട്, അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യത്തിൽ ശാരദാമ്മ നേരത്തെ എന്താ പറഞ്ഞത്? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ, അമ്മക്കും അച്ഛനും വേണ്ടിയല്ലേ എന്നൊക്കെ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ഒന്നുമല്ല. മോള് വാ, മോൾക്ക് ഭക്ഷണം എന്തെങ്കിലും എടുത്തു തരാം, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. ഇതേ സമയം ആ കുഞ്ഞിൻ്റെ വായ അങ്ങനെ അടക്കിയിരിക്കുന്നു. എന്നാൽ ഈ സമയം സത്യഭാമ വീട്ടുമുറ്റത്ത് വന്നിറങ്ങുമ്പോൾ ശ്യാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. രോഹിത് പിറകെയുണ്ട്, കാർത്തിക കൂടെയുണ്ട്, രാഘവൻ അപ്പുറത്തുണ്ട്, പിള്ള ഇപ്പുറത്തും പൊന്നി ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ സത്യഭാമ കുഞ്ഞിനോട് ഇറങ്ങടി എന്ന് പറയുമ്പോൾ ഇല്ല, ഇറങ്ങില്ല, എന്നെ കൊണ്ടുവന്നവിടെ തന്നെ ആക്കിക്കൊണ്ടാ, ഞാൻ ഇറങ്ങില്ല, ഈ കല്യാണം എനിക്ക് മുടക്കണം, ഞാൻ ഇറങ്ങില്ല, മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ തൂക്കി പിടിച്ച് കൊണ്ടുവരുമ്പോൾ അത്ര രോഹിത്തിന് അങ്ങ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് എന്തൊരു വിത്താണിത്, എന്താണിത് പറഞ്ഞാൽ കേൾക്കാത്തത്, ഇങ്ങോട്ട് വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്റെ വിളച്ചിൽ കുറച്ച് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അവിടെ ശരിക്കും അത് കേട്ട് നിൽക്കാൻ രോഹിത്തിന് കഴിയില്ല കേട്ടോ. സത്യമേ, എന്താണ് ഈ ചെയ്യുന്നത്? അതൊരു കുഞ്ഞല്ലേ, എന്തിനാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? ഇവളെപ്പോലെ ഒരു വിത്തിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ പകർപ്പാണത്, അമ്മ ചെയ്ത അതേ കൂട്ടമാണല്ലോ കുഞ്ഞും ചെയ്യുന്നത്. ഇത്ര നല്ല സ്വഭാവം ഒന്നല്ലല്ലോ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് തേങ്ങി കരയാണ് കേട്ടോ. അത് കണ്ടു നിൽക്കാൻ വിഷ്ണുവിന് കഴിയില്ല. വിഷ്ണുവച്ചൻ്റെ പൊന്നുമോൾ കരയില്ല, അതുകൊണ്ട് ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷ്ണുവച്ചന് വേണ്ടിയല്ലേ ചെയ്തത്, അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഒക്കത്തും വെച്ചുകൊണ്ട് അങ്ങ് പോവാനേട്ടാ. ഇതേ സമയം സത്യാമ്മ ഒന്നും മിണ്ടുന്നില്ല. സത്യാമ്മ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാർത്തികയെ കാണുന്നു. കാർത്തിക മോളിങ്ങ് വന്നേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ രാഘവൻ പറയണ, ഒന്നവിടെ നിന്നേ, കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. അത് കേട്ടുടൻ തന്നെ എന്താ എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, അത് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു കാര്യം ചിന്തിച്ചോ, നീ ഈ ചെയ്തു കൂട്ടുന്നത് തീരെ ശരിയല്ല, നിൻ്റെ അഹങ്കാര ഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തി വെച്ചൂടെ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇത് ആരണിയിച്ചതെന്നറിയോ? നിങ്ങളുടെ മകൻ. ആ കുഞ്ഞ് ചെയ്തത് എന്താണെന്നറിയോ? ഇവരുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒളിച്ചോടി പോയിരിക്കുന്നു. അതാ തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ തള്ള അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, തള്ളയും പ്രവർത്തിച്ചത് അങ്ങനെയാണല്ലോ. എന്നാൽ ഈ അഗ്നിസാക്ഷിയായി വിഷ്ണു കെട്ടിയ ഈ താലിക്കൊരു സത്യമുണ്ടെങ്കിൽ ഈ വിവാഹം സത്യഭാമ നടത്തിയിരിക്കും, അത് സത്യഭാമയുടെ പ്രതിജ്ഞയാണെന്ന് പറയുമ്പോൾ ഒന്നവിടെ നിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതുപോലെ അഗ്നിസാക്ഷിയായി വിഷ്ണു കെട്ടിയ താലി തന്നെ ശാലിനിയുടെ കഴുത്തിലുണ്ടായിരുന്നത്, അത് നീ മറന്നോ? അത്രേ താലിക്ക് പരിശുദ്ധി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ രാഘവേട്ട, നിങ്ങൾ ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ കൊണ്ടുവന്നതല്ല ഈ പെണ്ണിനെ, ഇത് കൊണ്ടുവന്നതും വിഷ്ണു തന്നെയാണ്. അവൻ പൂമാലയിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്നെങ്കിൽ അത് നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് പറഞ്ഞ്
പറഞ്ഞ് സത്യഭാമ അകത്തോട്ട് കാർത്തികയും കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞ് വിഷ്ണുവിന് ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ കരഞ്ഞതല്ലേ, ഇത്ര കരഞ്ഞത് കൊണ്ട് തന്നെ തൊണ്ടയൊക്കെ വരൾച്ച സംഭവിച്ചിട്ടുണ്ടാകും, മോള് ഈ വെള്ളം കുടിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട വിഷ്ണു വെച്ചാൽ അത് പറഞ്ഞാൽ പറ്റില്ല, കുടിക്കുക എന്ന് പറയാനായിട്ട് അങ്ങനെ കുഞ്ഞിന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചോക്ലേറ്റുകൾ കൊടുത്തത് കൊണ്ട് തന്നെ കുഞ്ഞിങ്ങനെ ചിരിക്കാനായിട്ടാ. എന്തൊരു സന്തോഷം നിൻ്റെ മുഖത്ത് എന്നിങ്ങനെ പറയാനായിട്ടാ. സത്യത്തിൽ മോൾ ആര് പറഞ്ഞിട്ടാ ഈ വീട് വിട്ട് ഇറങ്ങിയത്, ഇവിടെ നിന്ന് എന്തിനാണ് മോൾ ഇറങ്ങിയത്? ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് പോയതാണ് വിഷ്ണു വെച്ചാൽ. കാരണം ആ കാർത്തികേയനെയെ വിഷ്ണു വെച്ചാൽ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവരുടെ സ്വഭാവം തീരെ ശരിയല്ല വിഷ്ണു വെച്ചാൽ, അവരെ കല്യാണം കഴിക്കേണ്ട, അവർ വൃത്തികെട്ട സ്ത്രീയാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്ന ആ ചിന്തകൾ, പഴയകാല ഓർമ്മകൾ വിഷ്ണുവിലോട്ട് പോകാനായിട്ട്. അതായത് കാർത്തിക നവവധുവായി വന്ന് ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ എനിക്കൊരു 2 ആഴ്ചത്തെ സാവകാശം തന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ അർഷനെ കണ്ടെത്താം, പിന്നീട് എനിക്ക് ജീവിതത്തിലോട്ട് മടങ്ങാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ തൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങാനായിട്ട്. ഇത് കേൾക്കുന്ന വിഷ്ണുവിനിങ്ങനെ എണീക്കുകയാണ്. തീർച്ചയായും ഇതിലൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ കാർത്തികയുടെ അച്ഛനമ്മ അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവളെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് അടിച്ചിറക്കാൻ കഴിയും, തീർച്ചയായും അത് കണ്ടെത്തണമെന്ന് പറഞ്ഞ് വിഷ്ണു നേരെ പോകുന്നത് ശാലിനിയുടെ അരികിലോട്ടാണ് കേട്ടോ. അങ്ങനെ ശാലിനി ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണെങ്കിൽ ശാലിനി തിരക്കിലാണോ? ആ തിരക്കിലാണ്, പക്ഷേ എനിക്ക് ഓഫീസിൽ വർക്കും ഉണ്ട്, പണിയും ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തിരക്കിലാണെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എൻ്റെ വിഷ്ണുവേട്ടനാണ്, വിഷ്ണുവേട്ടന് വേണ്ടി എന്തും ഞാൻ മാറ്റി വെക്കുമെന്ന് പറയാനായിട്ട്. അപ്പോൾ വിഷ്ണു പറയണേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ശാലിനിയോട് കാര്യങ്ങൾ വ്യക്തമാക്കണം, അന്ന് പറയാൻ വിട്ടുപോയ അക്കാര്യങ്ങൾ കുറച്ച് നിന്നോട് പറയാൻ. എന്നാൽ പറഞ്ഞോളൂ, അന്ന് എന്താ വിഷ്ണുവേട്ടൻ എന്നോട് പറയാൻ വിട്ടുപോയത്, അക്കാര്യം പറ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കാർത്തികയെ കല്യാണം കഴിച്ച സത്യമാണ്, കാർത്തികയ്ക്ക് കല്യാണം കഴിച്ച സത്യം എന്തെന്ന് ശാലിനി വീണ്ടും ചോദിക്കുമ്പോൾ അവളൊരു നവവധു തന്നെയായിരുന്നു, വിവാഹം കഴിക്കാൻ ഒരുത്തിന് മുന്നേ താലിക്ക് കഴുത്ത് നീട്ടിയവളാണ് അവൾ, പക്ഷേ അവളുടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് ഹർഷനിലൂടെയല്ലേ, അതായത് ഹർഷൻ എന്ന ആ പയ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ അവളെ വിഷ്ണുവേട്ടൻ താലി കെട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ നാടകമായിരുന്നു എന്ന സത്യം വിഷ്ണു പൊളിക്കാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഇത് താൻ എങ്ങനെ അറിഞ്ഞു, എനിക്ക് നിന്നിലോട്ട് വരാൻ, എനിക്ക് നിന്നോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ അധികം വേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ ഞാൻ ഒരൊറ്റ ഫോൺ കോൾ ചെയ്ത എല്ലാ രഹസ്യങ്ങളും എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ എൻ്റെ മനസ്സിൽ എവിടെയും ഒരു ലാപ്ടോപ്പും ഒരു ഫോണും ഒന്നുമില്ലാത്തൊരു സ്ഥലമുണ്ടോ, അത് എൻ്റെ മനസ്സാണ്, എൻ്റെ മനസ്സിലെ വിങ്ങിപ്പൊട്ടലുകൾ ആര് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയോട് കാർത്തികയെക്കുറിച്ചുള്ള ആ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പറയാൻ ഒരുങ്ങാനായിട്ടാ. അന്ന് മധുഷയെ താലി കെട്ടാൻ അമ്മ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഞാൻ ആ അമ്പലത്തിൽ എത്തിയപ്പോൾ പിന്നീട് നീ വന്നു, നിന്റെ വായിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, അതിലൊരു അർത്ഥമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്നും മരണത്തിലോട്ടല്ല കുറച്ച് നാൾ മാറി നിൽക്കാമെന്ന് കരുതി ഒരു പാറയുടെ മുകളിൽ ചെന്നിരുന്നപ്പോഴാണ് ഇവളെന്ന പെൺകുട്ടിയെ കണ്ടത്. ഇവളൊരു ആത്മഹത്യക്ക് ഓടുന്നത് കണ്ടപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ വെറുതെ കളിയാക്കി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചതാണ്, പക്ഷേ അവൾ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ, അവൾ എന്നെ ഈ ഒരു ഉപാധി പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ശരിയുണ്ടെന്നും നിനക്കും അതുപോലെ തന്നെ എൻ്റെ അമ്മക്ക് മുന്നിൽ ഒരു പെണ്ണിലൂടെ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സത്യങ്ങൾ കണ്ടെത്താമെന്ന് കരുതിയാണ് ഞാൻ ഇതിന് മുന്നിട്ടത് എന്ന് വിഷ്ണു പറയാനേട്ടോ. അങ്ങനെ ശാലിനി പെട്ടിരിക്കുകയാണ്. നിന്റെ മനസ്സിലുള്ള ആ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ ശാലിനി ഒന്ന് നന്നായി വിറക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഉടനടി പുറത്തു വരുന്ന ആ ഒരു സീനിലോട്ടാണ് കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാർത്തികയുടെ കല്യാണം മുടങ്ങും, എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാർത്തികയുടെ കല്യാണം മുടങ്ങി വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ കിടുക്കൻ സീനുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.